അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. സുവിശേഷ വിചിന്തനം. ഒരു ക്രിസ്തു ശിഷ്യന് പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട മനോഭാവം ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് എന്നതാണ്. അത് എൻ്റെ നേട്ടമല്ല. നാം എല്ലാവരും നമ്മുടെ കഴിവുകളിലും നേട്ടങ്ങളിലും അഹങ്കരിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവരാണ്. നാം ചെയ്യുന്ന സത്പ്രവർത്തികളിൽ അഭിമാനിക്കുന്നവരാണ്. അഹങ്കാരം വെടിഞ്ഞ് ആചാരാനുഷ്ഠാനങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് കാത്തു നിൽക്കുന്നവരായി മാറുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ നാം നീതീകരിക്കപ്പെടും. ആകയാൽ നമ്മുടെ കഴിവുകളിലുള്ള ആത്മവിശ്വാസത്തെക്കാളേറെ നമുക്ക് അവിടുത്തെ കൃപയിലും ശക്തിയിലും ആശ്രയിക്കാം.